നേതാവേ ഇക്കാമേ നേതാവ് എവിടേക്ക് നിങ്ങൾ ഈ അർജന്റ് ആയിട്ട് പോണത്? അല്ല ഇക്കാമേ പിന്നെ ഇലക്ഷനൊക്കെ വരാൻ പോവല്ലേ, പഞ്ചായത്തിൽ കുറെ വർക്കും കൂടി ചെയ്ത് തീർക്കണ്ട ചില ആനുകൂല്യങ്ങളൊക്കെ, അപ്പൊ അതിന് വേണ്ടിട്ട് പോവാണ്. അല്ല നേതാവ്, ഇതുകൊണ്ടൊക്കെ വല്ല കാര്യണ്ട? കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ അറിയോ, നമ്മളൊരു 4 ഉറുപ്പ്യ നമ്മൾ മുടക്കിയാലേ ഒരു 10 ഉറുപ്പ്യ കിട്ടും. 4 ഉറുപ്പ്യ മുടക്കി 4 ഉറുപ്പ്യ മുടക്കിയാൽ 10 ഉറുപ്പ്യ കിട്ടും, അത്രേ ഉള്ളൂ. അല്ല ഇപ്പൊ പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല. ഒരു മിനിറ്റ്, ഞാൻ ഫോൺ എന്താ നിങ്ങളും മെമ്പറും കൂടി ഒരു ഭയങ്കര ചർച്ച? എന്നോട് നേതാവ് പറയണേ 4 ഉറുപ്പ്യ മുടക്കിയിട്ടുണ്ടെങ്കിലേ 10 ഉറുപ്പ്യ കിട്ടത്രേ. അതായത് 4000 ഉറുപ്പ്യ മുടക്കിയാൽ 16 ഉറുപ്പ്യ കിട്ടുന്നാണ് പറഞ്ഞത്. ആകെ അപ്പൊ 6 ഉറുപ്പ്യ ലാഭം. അപ്പൊ 40,000 ഉറുപ്പ്യ മുടക്കിയാൽ 4 ലക്ഷം കിട്ടും, 1 ലക്ഷം കിട്ടും. എന്താ ഇത് കഥ? എന്തൊക്കാമേ പ്രാവശ്യം നിങ്ങൾക്ക് ഒന്നുണ്ട് നോമിനേഷൻ കൊടുത്താലോ? ഇത് കേട്ടപ്പോ ഞാനൊരു കുപ്പായിട്ടാലോ ഒന്ന് തോന്നുന്നുണ്ട്. ഇന്നലെ നിങ്ങളൊക്കെ ഉണ്ടാവില്ല? അപ്പൊ അത് ഉറപ്പായിട്ടുണ്ടാവൂലേ? അതുണ്ടാവുന്നേ. ഇതൊക്കെയുണ്ട്. ഇക്കാമ പറഞ്ഞു ഇപ്പൊ 4 ഉറുപ്പ്യ പിന്നെ കൊടുത്താല് 10 ഉറുപ്പ്യ കിട്ടുന്നു. അതെന്താ പരിപാടി? സംഭരണ സീറ്റാണ് ഞാൻ മത്സരിച്ചു. എന്തപ്പോ നിങ്ങൾ പറഞ്ഞിട്ട് 4 ഉറുപ്പ്യ 10 ഉറുപ്പ്യ, ഇതൊരു ആധാർ കാർഡാണ്. ഈ ആധാർ കാർഡ് എടുത്ത് നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പോയാൽ പെരി കൊണ്ടുപോയി കൊടുത്താലേ ഓര് നമുക്കൊരു 10 ഉറുപ്പ്യ തരും. അപ്പൊ നമുക്ക് 6 ഉറുപ്പ്യ ലാഭല്ലേ? ഇതിന് 4 ഉറുപ്പ്യ ലാഭമുള്ളൂ. പിന്നെ ഇപ്പൊ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇക്കാമേ മത്സരിക്കട്ടാ. ഞാൻ